അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്നലത്തെ ക്ലാസ് എല്ലാവരും പഠിച്ചിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പഠിക്കാത്തവർ എത്രയും വേഗം പഠിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് അടുത്ത 5 ആയത്തുകളാണ് പഠിക്കാൻ പോകുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. അപ്പം നമുക്ക് 6-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം ആദ്യം നോക്കാം. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം നീ അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും അവർ സമമാകുന്നു, അവർ വിശ്വസിക്കുന്നതല്ല. ഇതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഇനി നമുക്ക് ഇതിൻ്റെ വേർഡ് ബൈ വേർഡ് മീനിങ് നോക്കാം. ഇന്നല്ലദീന നിശ്ചയമായും അവർ, യാതൊരു കൂട്ടർ, കഫറു അവർ അവിശ്വസിച്ചു, സവാഉൻ സമമാണ്, അലൈഹിം അവരുടെ മേൽ, അഅൻദർതഹും നീ അവരെ താക്കീത് ചെയ്തുവോ, അംലം തുൻദിർഹും അല്ലെങ്കിൽ നീ അവരെ താക്കീത് ചെയ്തില്ല, ലാ യുഅ്മിനൂൻ അവർ വിശ്വസിക്കുകയില്ല. അപ്പോൾ ഈ അർത്ഥം കൂടി നിങ്ങളത് ഒന്ന് വേർഡ് ബൈ വേർഡ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നമുക്കിത് ബൈ ഹാർട്ടാക്കാം. ഇതിനെ നമുക്ക് 2 ഭാഗമായിട്ട് നമുക്ക് തരംതിരിച്ചിട്ട് പഠിക്കാം. ഇവിടെ നൂനിന് പച്ച കളർ കൊടുത്ത സ്ഥലങ്ങളിലൊക്കെ നല്ലപോലെ മണിച്ച് ഓതണം. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അവിടത്തം വരെ നമുക്ക് ഒരു പോർഷനാക്കാം. അപ്പം നമുക്ക് തുടങ്ങല്ലേ. കൈവച്ച് വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് ഓരോ അക്ഷരങ്ങളും മനസ്സിൽ പതിയത്തക്ക വിധം ഓതുക. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം. അപ്പോൾ ഇത് നിങ്ങളെ മനസ്സിൽ ഒന്ന് പതിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം. മനസ്സിൽ പതിഞ്ഞിട്ടില്ലെങ്കിൽ പതിയുന്നത് വരെ ഇതേപോലെ ഓതിക്കൊണ്ട് നിൽക്കണേ. എന്നാലാണ് അത് ശരിക്കും മനസ്സിൽ പതിയണം. നമ്മളെ ലക്ഷ്യം ഇത് മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. പതിയാത്തവർ കണ്ടിന്യൂ ചെയ്യുക, പതിഞ്ഞവർ അടുത്ത പോർഷനിലേക്ക് പോകാം. അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ഖതമല്ലാഹ്. أأنذرتهم أم لم تنذرهم لا يؤمنون. ختم الله. أأنذرتهم أم لم تنذرهم لا يؤمنون. ختم الله. അത് മനസ്സിൽ പതിഞ്ഞിട്ടോ ഒന്ന് നോക്കിക്കോ. أأنذرتهم أم لم تنذرهم لا يؤمنون. ختم الله. പതിയാത്തവർ അത്
പതിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ആയത്തിലേക്ക് പോകാവൂ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി യോജിപ്പിക്കാം. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. അപ്പോൾ ഒന്ന് മനസ്സിൽ പതിഞ്ഞിട്ടൊന്ന് നോക്കല്ലേ. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ഖതമല്ലാഹ്. ഇവിടെ ഞാൻ ലാ യുഅ്മിനൂൻ ഖതമല്ലാഹ് ഓതിയിട്ടില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ഓതണേ. എന്നോട് വിട്ടുപോയതാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്തായാലും അടുത്ത ആയത്തിലേക്ക് പോകാവുള്ളൂ. മനസ്സിൽ പതിയുന്നത് വരെ ഇതേ രീതിയിൽ തന്നെ നോക്കി ഓതി അത് മനസ്സിൽ പതിപ്പിക്കുക. എന്നിട്ട് അടുത്ത ആയത്തിലേക്ക് പോകാം. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഹിഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അലീം വമിനന്നാസ്. നമുക്ക് ഈ ആയത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. അവരുടെ മനസ്സുകൾക്കും കാതിനും അല്ലാഹു മുദ്ര വെച്ചിരിക്കുകയാണ്. അവരുടെ ദൃഷ്ടികളിൽ മേലും ഒരു മൂടിയുണ്ട്. അവർക്കാകുന്നു കനത്ത ശിക്ഷയുള്ളത്. നമുക്കിതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. ഖതമല്ലാ, അല്ലാഹു മുദ്ര വെച്ചു. അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ മേൽ. വഅലാ സംഹിഹിം, അവരുടെ കേൾവിയുടെയും മേൽ. വഅലാ അബ്സാരിഹിം, അവരുടെ ദൃഷ്ടികളുടെ മേലും. വൈഷാവ, ഒരു തരം മൂടി. വലഹും, അവർക്കുണ്ട് താനും. അദാബുൻ അലീം, അദാബുൻ ശിക്ഷ, അലീം വമ്പിച്ച. ഇതാണ് ഇതിൻ്റെ വേർഡ് ബൈ അർത്ഥം. ഇനി നമുക്കിത് ബൈ ഹാർട്ടാക്കാം. നമുക്കിപ്പോൾ സമയം വരെ ഓതാം. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഹിഹിം. 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 ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഹിഹിം. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഹിഹിം. അപ്പോൾ നമുക്ക് ഇത് ബൈ ഹാർട്ടായി നോക്കല്ലേ. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം. അപ്പോൾ ബൈ ഹാർട്ട് ആക്കാത്തവർ ഒന്നുകൂടി ട്രൈ ചെയ്യുക. ബൈ ഹാർട്ടാക്കിയവർ അടുത്തതിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇഷാവ വരെ നിർത്താം. വഅലാ അബ്സാരിഹിം ഗിശാവ വഅലാ അബ്സാരിഹിം ഗിശാവ വഅലാ അബ്സാരിഹിം ഗിശാവ വഅലാ അബ്സാരിഹിം ഗിശാവ. അത് മനസ്സിൽ പോയിട്ടുണ്ടോ നോക്കിയാൽ. വഅലാ അബ്സാരിഹിം ഗിശാവ. പതിഞ്ഞവർ അടുത്തതിലേക്ക്, പതിയാത്തവർ അത് തന്നെ ട്രൈ ചെയ്യാം. വലഹും അദാബുൻ അലീം വമിനന്നാസ്. 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 അപ്പോൾ നമുക്കിതൊന്ന് കൂട്ടി യോജിപ്പിക്കാം. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഹിഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അലീം വമിനന്നാസ്.
ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم ومن الناس ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم ومن الناس. ഇതൊന്ന് ജോയിൻ്റ് മൊത്തത്തിൽ മനസ്സിൽ പറഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم ومن الناس. ഈ ആയത്ത് ശരിക്കും മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അടുത്ത ആയത്തിലേക്ക് പോകാവുള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരായത്ത് മനസ്സിൽ പതിഞ്ഞതിന് ശേഷം അത് നിങ്ങൾ 20 പ്രാവശ്യമെങ്കിലും അത് റിപ്പീറ്റ് ചെയ്ത് ഓതിക്കൊണ്ടേയിരിക്കണം. എന്നാലേ അത് ശരിക്കും മനസ്സിൽ പതിയുകയുള്ളൂ. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. ഈ ആയത്തിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല. നമുക്കിതിൻ്റെ വേർഡ് ബൈ അർത്ഥം നോക്കാം. വമിനന്നാസ് മനുഷ്യരിലുണ്ട്, മയ്യക്കൂൽ അവർ പറയുന്നു, ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബില്ല അള്ളാഹുവിൽ, വബിൽ യൗമിൽ ദിവസത്തിലും, ആഹിർ അവസാനത്തെ, വമാഹും അവരെല്ലതാനും, ബിമുക്മിനീൻ വിശ്വസിച്ചവർ, അതായത് സത്യവിശ്വാസികൾ. ഇതാണ് ഇതിൻ്റെ അർത്ഥം. നമുക്കിതിനെ ബൈഹാർട്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ പകുതിയാക്കാം. ആമന്ന ബില്ലാഹി വരെ നമുക്ക് ഓതാം. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹ് വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹ് വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹ്. ഇവിടെ മൻ യഖൂൽ വന്നില്ലേ, അപ്പോൾ നൂന് ഗ്രേ കളറാണ്. അപ്പോൾ ആ നൂന് ഇവിടെ ഉച്ചരിക്കാൻ പാടില്ല. മയ്യക്കൂലു ഒരു ചെറിയൊരു ഇത് മാത്രമേ പാടുള്ളൂ. മയ്യക്കൂലു അങ്ങനെയാണ് ഓതാൻ പാടുള്ളൂ. മൻ യക്കൂലു എന്ന് ഓതരുത്. വമിനന്നാസി മയ്യക്കൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. വമിനന്നാസി മയ്യക്കൂലു ആമന്നാ ബില്ലാഹ് വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹ് വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹ്. അപ്പോൾ ഇത് തറുവായിന് നോക്കുക. ഞാൻ എൻ്റെ സ്പീഡിലാണ് ഓതുന്നത്. ഇത് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് മനസ്സിൽ പതിയണമെങ്കിൽ വളരെ സാവധാനത്തിൽ ഓതിയാൽ ചില ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ, ചില ആൾക്കാർക്ക് സ്പീഡിൽ ഓതിയാലേ മനസ്സിലാവുള്ളൂ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചെറുങ്ങനെ ആദ്യം ഫസ്റ്റ് വളരെ സ്ലോലി ഫസ്റ്റ് 2-3 പ്രാവശ്യം ഓതിയിട്ട് അതിനുശേഷം സ്പീഡ് കൂട്ടിയാൽ മതി. അതായത് ഇങ്ങനെ വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹ്. ആ രീതിയിൽ പെട്ടെന്ന് ഓരോരാൾക്ക് ഓരോരു ഇതായിരിക്കും. സ്പീഡിൽ ഓതിയാൽ കിട്ടുന്ന ആൾക്കാരുണ്ടാവും, മെല്ലെ ഓതിയാൽ മനസ്സിൽ പതിയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ രീതിയിൽ നോക്കി പഠിച്ചോ. ഇനി ഇത് കിട്ടിയോ ഇല്ലോ നോക്കാം. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹ്. ഓക്കെ, കിട്ടാത്തവർ വീണ്ടും ട്രൈ ചെയ്യുക. ഇനി അടുത്ത പോർഷനിലേക്ക് പോവാം. വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ യുഖാദിഊനല്ലാഹ് വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ യുഖാദിഊനല്ലാഹ് വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ യുഖാദിഊനല്ലാഹ് വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ യുഖാദിഊനല്ലാഹ്.
ഇനി ഇത് മനസ്സിൽ പതിനുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്തു. വബിൽയൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ യുഖാദിഊനല്ലാഹ്. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനസ്സിൽ പതിയാത്ത ആൾക്കാർ വീണ്ടും ട്രൈ ചെയ്യുക. മനസ്സിൽ പതിഞ്ഞവർ ഇത് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3-4 പ്രാവശ്യം കൂടി ഓതി നോക്കാം മൊത്തത്തിൽ. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽയൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ യുഖാദിഊനല്ലാഹ്. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽയൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ യുഖാദിഊനല്ലാഹ്. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله. അതേപോലെ തന്നെ ഈ ഇത് മൊത്തത്തിൽ ബൈഹാർട്ട് ആക്കിയതിന് ശേഷം 20 പ്രാവശ്യം ഓതിയതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത ആയത്തുകൾ പഠിക്കാം. يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. അള്ളാഹുവിനെയും വിശ്വാസികളെയും വഞ്ചിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ അവർ ആത്മവഞ്ചന മാത്രമാണ് ചെയ്യുന്നത്. അവരത് മനസ്സിലാക്കുന്നില്ല. നമുക്ക് വേർഡ് ബൈ വേർഡ് നോക്കാം. യഖാദിഊന അവർ വഞ്ചന നടത്തുന്നു, അള്ളാഹുവിനോട്. വല്ലദീന ആമനു വിശ്വസിച്ചവരോടും. വമാ യഖ്ദഊന അവർ വഞ്ചിക്കുന്നില്ലതാനും. ഇല്ലാ അൻഫുസഹും അവരെ തന്നെ. വമാ യശ്ഉറൂൻ അവർ അറിയുന്നുമില്ല, അവർക്ക് ബോധമുണ്ടാകുന്നുമില്ല. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നമുക്കിതിനെ 2 ഭാഗങ്ങളാക്കിയിട്ട് പഠിക്കാം. يخادعون الله والذين آمنوا يخادعون الله والذين آمنوا يخادعون الله والذين آمنوا يخادعون الله والذين آمنوا يخادعون الله والذين آمنوا. മനസ്സിൽ പതിഞ്ഞു നോക്കുക. മനസ്സിൽ പതിയാത്തവർ വീണ്ടും ട്രൈ ചെയ്യുക. يخادعون الله والذين آمنوا. ഇനി അടുത്ത പോർഷനിലേക്ക് പോവാം. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ ഫീ ഖുലൂബിഹിം വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ ഫീ ഖുലൂബിഹിം വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ ഫീ ഖുലൂബിഹിം وما يخدعون إلا أنفسهم وما يشعرون في قلوبهم وما يخدعون إلا أنفسهم وما يشعرون في قلوبهم. ഇനി മനസ്സിൽ പറഞ്ഞിട്ടൊന്ന് നോക്കാം. وما يخدعون إلا أنفسهم وما يشعرون في قلوبهم. മനസ്സിൽ പതിഞ്ഞവർ അടുത്ത ഈ ആയത്തുകൾ ജോയിൻ ചെയ്യാനും പതിയാത്തവർ വീണ്ടും പതിയുന്നതുവരെ ട്രൈ ചെയ്യുക. يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم. ഇനി അടുത്ത ആയത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഈ ആയത്ത് ശരിക്കും മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടോ എന്ന് ബോധ്യമായതിനു ശേഷം മാത്രമേ അടുത്ത ആയത്തുകൾ പഠിക്കാൻ പാടുള്ളൂ. ഞാനിത് എല്ലാ ആയത്തിനു ശേഷം പറയുന്നത്
എന്തിനാ വെച്ചാൽ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ മനസ്സിൽ പതിഞ്ഞവർ അടുത്ത ആയത്തിലേക്കും, മനസ്സിൽ പതിയാത്തവർ ഈ ആയത്ത് പഠിച്ചതിന് ശേഷം അടുത്ത ആയത്തിലേക്കും പോവാം. ഫീ ഖുലൂബിഹിം മറളും ഫസാദഹുമുല്ലാഹു മറളാ വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ. ഈ ആയത്തിൻ്റെ അർത്ഥം നോക്കാം. അവരുടെ മനസ്സുകളിൽ ഒരുതരം രോഗമുണ്ട്. തന്നിമിത്തം അല്ലാഹു അവർക്ക് രോഗം വർദ്ധിപ്പിക്കുകയും ചെയ്തു. കള്ളം പറഞ്ഞു കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി വേദനയേറിയ ശിക്ഷയാണ് അവർക്കുണ്ടായിരിക്കുക. ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിലുണ്ട്, മറളും ഒരു രോഗം, ഫസാദഹും എന്നിട്ട് അവർ വർദ്ധിപ്പിച്ചിരിക്കുന്നു അല്ലാഹു മറലൻ രോഗത്തെ, വലഹും അവർക്കുണ്ട് താനും അദാബ് ശിക്ഷ, അലീം വേദനയേറിയ, ബിമാ കാനു അവരായിക്കൊണ്ടിരുന്നത് നിമിത്തം, യക്ദിബൂൻ അവർ വ്യാജം പറയും. അപ്പം നമുക്കിവിടെ മറലം വരെ ഒരു പോർഷനാക്കാം. ഫീ ഖുലൂബിഹിം മറളും ഫസാദഹുമുല്ലാഹു മറളാ 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 ഫീ ഖുലൂബിഹിം മറളും ഫസാദഹുമുല്ലാഹു മറളാ. അപ്പോൾ ഇത് ബൈഹാർട്ടായിനോ ഇല്ലയോ എന്ന് നോക്കാം. ഫീ ഖുലൂബിഹിം മറളും ഫസാദഹുമുല്ലാഹു മറളാ. ആവാത്തവർ ഒന്ന് വീണ്ടും ട്രൈ ചെയ്യുക. നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ വഇദാ ഖീല വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ വഇദാ ഖീല വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ വഇദാ ഖീല വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ വഇദാ ഖീല. അപ്പോൾ ഇത് ബൈഹാർട്ടായിനോ നോക്കാം. വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ വഇദാ ഖീല. ഇനി നമുക്ക് ഈ ആയത്തിനെ ജോയിൻ ചെയ്യിക്കാം. ഫീ ഖുലൂബിഹിം മറളും ഫസാദഹുമുല്ലാഹു മറളാ വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ വഇദാ ഖീല ഫീ ഖുലൂബിഹിം മറളും ഫസാദഹുമുല്ലാഹു മറളാ വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ വഇദാ ഖീല ഫീ ഖുലൂബിഹിം മറളും ഫസാദഹുമുല്ലാഹു മറളാ വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ വഇദാ ഖീല ഫീ ഖുലൂബിഹിം മറളും ഫസാദഹുമുല്ലാഹു മറളാ വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ വഇദാ ഖീല. നമുക്ക് ഈ മൊത്തം ആയത്തൊന്ന് ബൈഹാർട്ടായിനോ നോക്കാം. ഫീ ഖുലൂബിഹിം മറളും ഫസാദഹുമുല്ലാഹു മറളാ വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ വഇദാ ഖീല. ബൈഹാർട്ടായവർ ഇത് ഒരു 20 തവണെങ്കിലും ഓതുക. പിന്നെ ബൈഹാർട്ടാവാത്തവർ വീണ്ടും ബൈഹാർട്ടാവുന്നത് വരെ ട്രൈ ചെയ്യുക. ഇൻഷാ അല്ലാ 1 മണിക്കൂർ കൊണ്ട് ഈ 5 ആയത്തുകളെല്ലാം വളരെ സിമ്പിളായിട്ട് നമ്മുടെ മനസ്സിൽ പതിപ്പിക്കാൻ പറ്റും. ഇനി മനസ്സിൽ പതിപ്പിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇനി നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും മനസ്സിലൂടെ അങ്ങനെ പഠിച്ച ഭാഗങ്ങളൊക്കെ റിവിഷൻ ചെയ്ത് വെക്കുക. കിട്ടുന്നില്ല എങ്കിൽ വീണ്ടും വന്നിട്ട് ആ ഖുർആൻ എടുത്ത് നോക്കുക. എന്നിട്ട് ആ വീണ്ടും അന്നേരം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്ത് പഠിച്ചെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ 5 നേരത്തെ നിസ്കാരത്തിൽ 20 തവണ ഓതാൻ ശ്രമിക്കുക.
പിന്നെ കാണാണ്ട് പഠിച്ച ഭാഗങ്ങളൊക്കെ നിസ്കാരത്തിൽ ഓതാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ഇത് ഇന്നിപ്പോൾ പഠിച്ച് 1 മണിക്കൂർ കൊണ്ട് ക്ലാസ് കഴിഞ്ഞ് ഞാൻ പഠിച്ചു കഴിഞ്ഞ് എന്ന് വിചാരിച്ച് പിന്നെ പോയി പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടോ തുറക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചിട്ട് അത് ബൈ ഹാർട്ട് അതിനോ എന്ന് നമ്മൾ തന്നെ ചെയ്തു നോക്കണം. അപ്പോഴാണ് നമുക്കത് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നലത്തെ ക്ലാസ് അത് ബൈ ഹാർട്ട് പഠിച്ചവർ നിസ്കാരത്തിൽ ഓതീനോ, പിന്നെ പെട്ടെന്ന് ബൈ ഹാർട്ട് പഠിക്കാൻ കഴിയുന്നുണ്ടോ, ബൈ ഹാർട്ട് പഠിക്കാൻ കഴിയാത്തവർ വിഷമിക്കേണ്ട. കുറച്ച് സാധാരണ 1 മണിക്കൂറാണെങ്കിൽ നിങ്ങൾ ഒരു 1/2 മണിക്കൂർ കൂടുതൽ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ 1/2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഖുർആൻ ഹൃദ്യസ്ഥമാക്കാൻ പറ്റും. അതുകൊണ്ട് അതിനു വേണ്ടി പ്രയത്നിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരട്ടെ. ആമീൻ. ഇനി നമുക്ക് നാളെ അടുത്ത ഇതിപ്പോൾ 1/2 പേജോളായി. ഇനി അടുത്ത 1/2 പേജ് കൂടി ആകുമ്പോഴത്തേക്ക് 1.5 പേജ് നമ്മൾ നാളത്തേക്ക് നമ്മൾ ബൈ ഹാർട്ടാക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.